ഇല്ല. ഓക്കെ. എടാ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മുടെ സയന്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് സയൻസിലെ ക്വാണ്ടം മെക്കാനിക്സിലെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ എടുത്തു, ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ്. അതിലെ ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിൽ നമുക്ക് ഓപ്പറേറ്റേഴ്സിൽ പഠിക്കാനുള്ളത് ലാഡർ ഓപ്പറേറ്ററും കൂടി ആയിരുന്നു. ലാഡർ ഓപ്പറേറ്ററിന്റെ സെക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത്. ഇന്നലത്തെ ക്ലാസ് എല്ലാവരും കണ്ടിരുന്നോ? കണ്ടില്ലേ? ഓക്കെ. അല്ല, അപ്പൊ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ആരും ഒന്നും ചോദിച്ചില്ല? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. നമുക്ക് ജസ്റ്റ് ആ ഒരു ഓപ്പറേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ആ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ടോ, കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് ആ ഒരു വാല്യൂ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ആ ഓപ്പറേറ്റേഴ്സിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്, അതിന്റെ റിസൾട്ട് എന്താന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് അതായിരിക്കും, ആ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാം. അല്ലാണ്ട് ആ ഒരു ഓപ്പറേഷന്റെ ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മളോട് ചോദിക്കില്ല. ജസ്റ്റ് അതിന്റെ വാല്യൂ എന്താന്നുള്ളതായിരിക്കും നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ഈ ഒരു ലാഡർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന സെക്ഷൻ കഴിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് നാളെ ഏതെടുക്കാം, മെട്രിക്സ് റെപ്രസെന്റേഷൻ എടുക്കാം. ഓക്കെ. അപ്പൊ ഇന്നലെ തന്ന ഹോംവർക്ക് ചെയ്തോ എല്ലാവരും? ചെയ്തിരുന്നോ? ഓക്കെ. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് നമുക്ക് അതേപറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ലാഡർ ഓപ്പറേറ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്താണ് ലാഡർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ഈ ലാഡർ എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നമ്മുടെ ഏണി നമ്മള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മള്, ഓരോരോ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മുകളിലുള്ള ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട്, മാക്സിമം ഹൈറ്റിലുള്ള ഒരു സാധനം കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തതാണ് എന്ത്, ലാഡേഴ്സ്. ഈ ലാഡേഴ്സിലൂടെ നമുക്ക് കയറാനും പറ്റും, അതുവഴി നമുക്ക് താഴോട്ട് ഇറങ്ങാനും പറ്റും. അപ്പൊ ഒരു ഉയർച്ച അവിടെ ഉണ്ടാവുന്നുണ്ട്, ഒരു ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്, അവിടെ ഒരു ഡിക്രീസ് ഉണ്ടാവുന്നുണ്ട്. അതറിയാലോ എല്ലാവരും? അതേപോലെ തന്നെയാണ് ഒരു ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്ററില് ലാഡർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ക്രിയേഷൻ ആൻഡ് അൻഹിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. എന്താണ് ക്രിയേഷൻ, എന്താണ് അനിലേഷൻ എന്ന് അറിയാലോ? അപ്പൊ ഇത്തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയ്ഗൻ വാല്യൂ, ഒന്നിന്റെ എയ്ഗൻ വാല്യൂ ടു ഹയർ ആൻഡ് ലോവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ലാഡർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് ഒരു ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സില് ജെ പ്ലസ് ഉണ്ടായിരിക്കും, അതാണ് എന്ത്, നമ്മുടെ ക്രിയേഷൻ എന്ന് പറയുന്നത്. ജെ മൈനസ് ഉണ്ടായിരിക്കും, അതാണ് നമ്മുടെ അനിലേഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ലാഡർ ഓപ്പറേറ്റർ എന്ന് കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇന്നലെ എടുത്ത് ക്ലാസ് കണ്ട് അത് നോട്ട് മനസ്സിലാക്കി എഴുതിയ ഒരാൾക്ക് ഈ ലാഡർ ഓപ്പറേറ്റർ വളരെ ഈസി ആയിരിക്കും. നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആദ്യം ഒരു റിലേഷൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും വെക്കണം കേട്ടോ. നോക്കിക്കേ, ജെ പ്ലസ് ഓർ മൈനസ് get a comma b equal to c plus or minus get a comma b plus or minus h. ഈ ഒരു റിലേഷൻ എല്ലാവരുടെ മനസ്സിലും വേണേ. അതായത് നമ്മുടെ ലാഡർ ഓപ്പറേഷന്റെ ബേസിക് റിലേഷൻ ആണ് എന്ത്, ഇതെന്ന് പറയുന്നത്. ഇനി എ ബി എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്, ആർബിട്രറി ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണ്, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ഈ ഒരു റിലേഷൻ പ്രകാരം ജെ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമുക്ക് പറയാം, ജെ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജെ പ്ലസ് എന്തിന്റെ വാല്യൂ ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട്, എയുടെ വാല്യൂ ആക്ട് ചെയ്യുന്നുണ്ട്, ബിയുടെ വാല്യൂ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു,
ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂവിന്റെ കൂടെ എ ബിയും പിന്നെ ഒരു ആ എ ബിക്ക് എന്തുണ്ടായിരിക്കും, ഒരു പ്ലസ് എച്ച് കട്ടോ അല്ലെങ്കിൽ ഒരു മൈനസ് എച്ച് കട്ടോ ഉള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പൊ ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആവും. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതായത് നമ്മുടെ ഈ ഒരു ജെ പ്ലസ് എന്ന് പറയുന്ന ടേം, അതായത് ഇതാണ് നമ്മുടെ ലാഡർ ഓപ്പറേറ്റർ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതായത് ബി എന്ന് പറയുന്ന വാല്യൂ, ഈ ബിയുടെ മേലെ ബി, അപ്പൊ നമ്മൾ ബി കൺസിഡർ ചെയ്തു, ഇതാണ് നമ്മുടെ ബി. ഈ ബിയുടെ മേലെ നമ്മുടെ ജെ പ്ലസ് എന്ന് പറയുന്ന ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റർ വന്നിട്ട് ആക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യും, ഇത് ഇതിന്റെ ലെവലിൽ നിന്ന് ബി എന്നുള്ളത് എന്തായിട്ട് മാറും, ബി പ്ലസ് എച്ച് ആയിട്ട് മാറും. ഇനി ഒന്നും കൂടി ഈ ബി പ്ലസ് എച്ചിന്റെ മേലെ നമ്മുടെ ജെ പ്ലസ് എന്ത് ചെയ്യാണ്, ഒന്നും കൂടെ വന്ന് ആക്ട് ചെയ്യാണ്. അപ്പൊ അത് എന്തായിട്ട് മാറും, ബി പ്ലസ് 2h ആയിട്ട് മാറും. അങ്ങനെ 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 കുറെ അഗെയിൻ ആൻഡ് അഗെയിൻ ഇത് സംഭവിച്ചിട്ട് എന്തായിട്ട് മാറും, ബിക്ക് ഒരു മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യും. ഇത്തരത്തില് ബിയിൽ നിന്ന് ബി മാക്സിലോട്ട് ഈ ഒരു വാല്യൂവിനെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഓപ്പറേറ്റർ ആണ്, ജെ പ്ലസ് ഓപ്പറേറ്റർ ആണ്. ഈ ജെ പ്ലസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാഡർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലാഡർ ഓപ്പറേറ്ററിന്റെ ഫംഗ്ഷൻ എന്താന്ന് മനസ്സിലായോ, കിട്ടിയോ, ലാഡർ ഓപ്പറേറ്ററിന്റെ ഫംഗ്ഷൻ കിട്ടിയോ? ഇനി 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 നിങ്ങൾ നോക്കിക്കേ, ഈ ബിയുടെ മേലെ നമ്മളൊരു ജെ മൈനസ് ആണ് ആക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഈ ബി ഡിക്രീസ് ചെയ്ത് ബി മൈനസ് എച്ച് ആവുന്നു. പിന്നെ ഒന്നും കൂടി ആക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി മൈനസ് 2h ആവുന്നു. അങ്ങനെ അത് ആക്ട് ചെയ്ത് എന്താവുന്നു, ബി മിനിമം ആയിട്ട് മാറും. ഇത്തരത്തില് ബി എന്ന് പറയുന്ന ഒരു വാല്യൂ, അല്ലെങ്കിൽ എ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഈ ഒരു വാല്യൂവിന് അതിന്റെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലാഡർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇതിങ്ങനെ കേറിയല്ലേ പോകുന്നത് ഒരു ലാഡർ പോലെ. അതുകൊണ്ടാണ് ഈ ഒരു ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ എന്ത് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്, ലാഡർ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു ബിയുടെ മേലെ ജെ പ്ലസ് വന്ന് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടീഷനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ജെ പ്ലസ് എന്തിന്റെ മേലെ ആക്ട് ചെയ്യാണ്, ബിയുടെ മേലെയാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ബിയുടെ മേലെ ആക്ട് ചെയ്യുമ്പോൾ അത് എന്താവുന്നു, ബി മാക്സിമം ആവുന്നു. അതായത് ജെ പ്ലസ് ആക്ടിങ് ഓൺ ഗെറ്റ് എ കോമ ബി മാക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ബി മാക്സ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താന്ന് പറയുന്നത്, 0 ആണ് എന്നാണ് പറയുന്നത്. ഇനി ജെ മൈനസ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ജെ മൈനസ് ആക്ട് ചെയ്യുന്നത് ഗെറ്റ് എ കോമ ബി മിനിമം ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. ഇതിനെ ഞാന് ആ ജെ മൈനസിന്റെ ടേമിനെ ഞാന് ബ്രാസ് സ്പേസിൽ എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. കെറ്റും പ്രായും എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഞാൻ ബ്രാസ് സ്പേസിൽ എഴുതിയപ്പോ എന്തായി മാറി, ബ്രാ എ കോമ ബി മാക്സ് ജെ മൈനസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇതാണ് എന്ത്, നമ്മുടെ ലാഡർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലാഡർ ഓപ്പറേറ്റർ എന്താന്ന് മനസ്സിലായോ? ലാഡർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഏഗൻ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് എന്ത്, ജെ പ്ലസ് ആൻഡ് ജെ മൈനസ് ലാഡർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ജെ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ബിയുടെ മേലെ ജെ പ്ലസ് ആക്ട് ചെയ്ത് കഴിഞ്ഞാല് അത് എന്ത് ചെയ്യുന്നു, എച്ച് കൂടി എച്ച് കട്ടാണ്, എച്ച് കട്ട് കൂടി അത് എന്ത് ചെയ്യുന്നു, ബി മാക്സ് എന്ന് പറയുന്ന വാല്യൂ അറ്റൈൻ ചെയ്യുന്നു. അപ്പൊ വരുന്ന കണ്ടീഷൻ ആണ് എന്ത്, ഈ പറയുന്ന കണ്ടീഷൻ. ഇനി ഈ ബിയുടെ മേലെ നമ്മുടെ ലാഡർ ഓപ്പറേറ്റർ ജെ മൈനസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ബി മൈനസ് എച്ച് ആവുന്നു, ദെൻ ബി മൈനസ് 2h കട്ട് ആവുന്നു, ദെൻ അങ്ങനെ അത് എന്തായിട്ട് മാറുന്നു, കുറഞ്ഞ് ബി മിനിമം ആയിട്ട് മാറും. ഇപ്പൊ എന്താണ് ലാഡർ ഓപ്പറേറ്റർ എന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ ഒരു ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സിനെ ലാഡർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഇനി ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ വായിച്ചു നോക്കിക്കേ. ഇൻ ആംഗുലാർ മൊമെന്റം the ladder operators are J plus and J minus. അതായത് ഒരു ആംഗുലാർ മൊമെന്റത്തില് ലാഡർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, ജെ പ്ലസും ജെ മൈനസും ആണ്.
ഇനി ഈ ഓപ്പറേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? ക്രിയേഷൻ ആൻഡ് അനിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇനി ഈ ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വൺ ഏഗൻ വാല്യൂ ടു ദി നെക്സ്റ്റ് വൺ ബൈ ലോവർ ഓർ റൈസിംഗ് ഇൻ ദി ക്വാണ്ടം നമ്പർ. അതായത് ക്വാണ്ടം നമ്പർ കൂടിയോ കുറഞ്ഞോ ഉള്ള ഒരു ഏഗൻ വാല്യൂവിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓപ്പറേറ്റേഴ്സ് റിലേറ്റ് ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി ഒരു ലാഡർ ഓപ്പറേറ്ററിൽ നിന്ന്? ഈ ജെ പ്ലസ്. അപ്പൊ ലാഡർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജെ പ്ലസ് ആൻഡ് ജെ മൈനസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ പാടില്ല. അപ്പൊ ഇനി നമുക്ക് ലാഡർ ഓപ്പറേഷൻസ് നോക്കാം. ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ. ഇനി നമുക്ക് കുറച്ച് റിലേഷൻസ് നോക്കാം. ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് എന്തുണ്ടാവുക? വർക്ക് ചെയ്യാനുണ്ടാവുക, ഓപ്പറേഷൻ ചെയ്യാനുണ്ടാവുക. അത് ഈ വാല്യൂസ് വെച്ചിട്ടായിരിക്കും. നോക്കിക്കേ, ജെ സ്ക്വയർ ആക്ട് ഓൺ get a comma b which is equal to, ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? a get a comma b. ഡൗട്ട് ഇല്ലല്ലോ? മറന്നു പോവരുത്, ഒരു കാരണവശാലും ഇത് മറക്കരുത്. ഇനി ജെ സെഡ് ആക്ടിങ് ഓൺ get a comma b give which is equal to b get a comma b. ജെ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? a get a comma b ആയിരിക്കും. ജെ സെഡ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എയുടെയും ബിയുടെയും മേലെ ജെ സെഡ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ബി get a comma b ആയിരിക്കും. ഓക്കെ ആണോ? ഈ റിലേഷൻ കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഓക്കെ. ഇനി നമുക്ക് ജെ പ്ലസ്, അതായത് ജെ പ്ലസിന്റെ ഓപ്പറേഷൻ എന്താ നോക്കാം. ജെ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജെ എക്സ് പ്ലസ് ഐ ജെ വൈ ആണ്. ഇനി ജെ മൈനസ് എന്താണ്? ജെ എക്സ് മൈനസ് ഐ ജെ വൈ ആണ്. സോ അങ്ങനാണെങ്കിൽ ജെ പ്ലസ് ഓർ മൈനസിനെ നമുക്ക് എങ്ങനെ പറയാം? ജെ എക്സ് പ്ലസ് ഓർ മൈനസ് ഐ ജെ വൈ എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഈ റിലേഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓപ്പറേഷൻസ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്ന ഓപ്പറേഷൻസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു റിലേഷൻസ് അറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു റിലേഷൻസ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇതൊരിക്കലും തിരിഞ്ഞു പോവരുത്. വാല്യൂസ് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഓപ്പറേഷൻ തെറ്റിപ്പോകും. അപ്പൊ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ജെ സ്ക്വയർ ആക്ടിങ് ഓൺ get a comma b which is equal to a get a comma b. ഇനി jz acting on get a comma b gives b get a comma b. ഡൗട്ട് ഇല്ലല്ലോ? ഇനി ജെ പ്ലസ് which is equal to jx plus I jy. Similarly j minus equal to jx minus I jy. Then അങ്ങനാണെങ്കിൽ നമുക്ക് ജെ പ്ലസ് ഓർ മൈനസ് എങ്ങനെ എഴുതാം? ജെ പ്ലസ് ഓർ മൈനസ് ഈക്വൽ ടു ജെ എക്സ് പ്ലസ് ഓർ മൈനസ് ഐ ജെ വൈ. സിമ്പിൾ അല്ലേ? ഈ ഓപ്പറേഷൻസ് തറോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ജെ പ്ലസ് ജെ മൈനസ് കമ്മ്യൂട്ടേഷൻ. ജെ പ്ലസ് ജെ മൈനസ് ആണ്. ഈ ജെ പ്ലസ് ജെ മൈനസ് കമ്മ്യൂട്ടേഷന്റെ വാല്യൂ എന്താന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിന്റെ വാല്യൂ എന്താണ്? ആക്ച്വലി 2h കട്ട് ജെ സെഡ് ആണ്. അപ്പൊ അതെങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ജെ പ്ലസ് എന്താന്ന് നമ്മൾ പറഞ്ഞേ, നേരത്തെ ഞാൻ പറഞ്ഞു ഇത് നമ്മള് നല്ല തറവാക്കി വെക്കണം. ജെ പ്ലസ് എന്താന്ന് പറഞ്ഞു, ജെ മൈനസ് എന്താന്ന് പറഞ്ഞു. അതാണ് കേട്ടോ ഞാൻ ഇവിടെ കൊടുക്കാൻ പോണത്. ജെ പ്ലസ് എന്താ? ജെ എക്സ് പ്ലസ് ഐ ജെ വൈ കോമിട്ടു. ഇനി എന്താണ് ജെ മൈനസ്? ജെ എക്സ് മൈനസ് ഐ ജെ വൈ. രണ്ടും എഴുതിയല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ജെ എക്സും നമ്മൾ കമ്മ്യൂട്ട് ചെയ്ത് എഴുതി. പ്ലസ് ജെ എക്സും മൈനസ് ഐ ജെ വൈയും കമ്മ്യൂട്ട് ചെയ്ത് എഴുതി. പ്ലസ് ഐ ജെ വൈയും ജെ എക്സും കമ്മ്യൂട്ട് ചെയ്ത് എഴുതി. മൈനസ് ഐ ജെ വൈ നമ്മൾ കമ്മ്യൂട്ട് ചെയ്ത് എഴുതി.
ഇതിൽ നിങ്ങൾ നോക്കിക്കേ, ജെ എക്സിന്റെ കമ്മ്യൂട്ടേഷന്റെ വാല്യൂ എന്താ? 0. അപ്പൊ ഇനി ആ ടേം നമുക്ക് വേണോ? വേണ്ട. അതേപോലെ ഇതിന്റെ വാല്യൂ എന്താ? 0 ആണ്. അപ്പൊ ഇനി ആ രണ്ട് ടേംസ് നമുക്ക് ഇനി വേണോ? വേണ്ട. അപ്പൊ നമ്മളത് ഒഴിവാക്കിയിട്ട് ഇനി എഴുതാണ് Jx, കമ്മ്യൂട്ടേഷൻ Jx മൈനസ് ഐ ജെ വൈ പ്ലസ് കമ്മ്യൂട്ടേഷൻ ഐ ജെ വൈ Jx എഴുതി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്തിനെ പുറത്തേക്ക് എടുക്കുകയാണ്? മൈനസ് ഐനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? Jx ജെ വൈ കിട്ടി. പ്ലസ് ഇതിൽ നിന്ന് ഐനെ പുറത്തേക്ക് എടുത്തു, ജെ വൈ Jx കിട്ടി. ഇനി ഈ Jx ജെ വൈ എന്താന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് Jx? കമ്മ്യൂട്ടേഷൻ Jx ജെ വൈ എന്താണ്? IH കട്ട് JZ. എക്സും വൈയും ആണെങ്കിൽ, XY ആണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? Z ആയിരിക്കും. ഇനി YX ആണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? JZ ആയിരിക്കും. പക്ഷെ ആന്റി ക്ലോക്ക് വൈസ് ആയ കാരണം അവിടെ എന്ത് വന്നു? ഒരു മൈനസ് വന്നു. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യാണ്? ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? മൈനസ് ഐയുടെ കൂടെ ഐ ചേർത്താൽ അത് എന്തായി മാറി? പോസിറ്റീവ് ആയി മാറി. പോസിറ്റീവ് 1 ആയിട്ട് മാറി. അപ്പൊ 1 ഇൻറ്റു എച്ച് കട്ട് ജെ സെഡ് പ്ലസ് അതേപോലെ തന്നെ ഇവിടെ എന്ത് വന്നു? എച്ച് കട്ട് ജെ സെഡ് പ്ലസ് എച്ച് കട്ട് ജെ സെഡ് എന്താണ്? 2H കട്ട് ജെ സെഡ്. സോ ജെ പ്ലസ് ജെ മൈനസ് കമ്മ്യൂട്ടേഷന്റെ വാല്യൂ എന്താണ്? 2H കട്ട് ജെ സെഡ്. അപ്പൊ ഈ വാല്യൂ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാപ്പാഠം പഠിക്കാൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി എന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ റിലേഷൻ ചെയ്യാൻ പഠിച്ചാൽ മതി. പെട്ടെന്ന് ചെയ്യാൻ പഠിക്കണം. ആ എക്സാം ഹോളിൽ ഇരുന്നിട്ട് ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ഒരു റിലേഷൻ ചെയ്തെടുക്കാൻ പറ്റണം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറേറ്റേഴ്സിനെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ സിമ്പിൾ അല്ലേ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? വളരെ സിമ്പിൾ ആണ് അല്ലെ? ഇനി നമുക്ക് ഒരു വർക്കും കൂടെ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് JZ, കമ്മ്യൂട്ടേഷൻ വിത്ത് J പ്ലസ് ഓർ മൈനസ്. ഇതിന്റെ വാല്യൂ എന്താന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, സോറി എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ ഹൈലൈറ്റ് ചെയ്തത് ഇതിപ്പോ ആകെ ഹൈലൈറ്റ്സ് മാറിയിട്ട് ആകെ ഡൗൺ ആയി പോയി. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് ജെ പ്ലസ് ഓർ മൈനസ് എന്നുള്ളതാണ് ഇതിന്റെ വാല്യൂ. നിങ്ങൾ പേടിക്കണ്ട. ഞാനിത് PPT ഒഴിവാക്കി PDF ഫയൽ ഇടുമ്പോ ഞാനിത് ക്ലിയർ ചെയ്തിടാം കേട്ടോ. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ JZ കമ്മ്യൂട്ടേഷൻ J പ്ലസ് ഓർ മൈനസിന്റെ വാല്യൂ എന്താണ്? പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് J പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ JZ എഴുതി, J പ്ലസ് ഓർ മൈനസ് കമ്മ്യൂട്ടേഷൻ എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു JZ ഞാൻ അതുപോലെ എഴുതി, J പ്ലസ് ഞാൻ എഴുതി, അതിനൊരു കമ്മ്യൂട്ടേഷൻ കൊടുത്തു, പ്ലസ് JZ അതുപോലെ എഴുതി. ഇനി ബാക്കിയുള്ളത് ആരാ? J മൈനസ്. അതിന് ഞാൻ എന്ത് ചെയ്തു? അടുത്ത കമ്മ്യൂട്ടേഷൻ കൊടുത്തു. അപ്പൊ എനിക്കിപ്പോ രണ്ട് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഉണ്ട്. ഈ രണ്ട് കമ്മ്യൂട്ടേഷൻ റിസൾട്ട്സും സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഏതാ? JZ J പ്ലസ്. ആ കിട്ടിയ വാല്യൂവിനെ നമ്മൾ എന്തായിട്ട് മൾട്ടിപ്ലൈ പ്ലസ് ചെയ്യും? JZ J മൈനസുമായിട്ട് നമ്മൾ അഡീഷൻ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ JZ J പ്ലസ് ഓർ മൈനസിന്റെ വാല്യൂ നമുക്ക് കിട്ടും. വാല്യൂ എന്താണ്? JZ J പ്ലസ് ഓർ മൈനസ് കമ്മ്യൂട്ടേഷന്റെ വാല്യൂ എന്താണെന്ന് ഞാൻ പറഞ്ഞു. പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് J പ്ലസ് ഓർ മൈനസ്. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം ഈ JZ J പ്ലസ് ആണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. JZ അതുപോലെ എഴുതി. J പ്ലസിന്റെ വാല്യൂ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് J പ്ലസിന്റെ വാല്യൂ? JX പ്ലസ് I JY. ഇനി ഇതിന് ഓപ്പറേറ്റ് ചെയ്തുകൂടെ നിങ്ങൾക്ക്? JZ കമ്മ്യൂട്ടേഷൻ വിത്ത് JX എഴുതി, പ്ലസ് അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി JZ കമ്മ്യൂട്ടേഷൻ വിത്ത്
ജെ വൈ എഴുതി. ഇനി ഇതിനെ ജെ സെഡ് ജെ എക്സ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. എക്സും സെഡും എക്സും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? വൈ ആണ് അല്ലെ? അപ്പൊ ഐ എച്ച് കട്ട് ജെ വൈ എഴുതി പ്ലസ് ഐ ജെ സെഡ് ജെ വൈ എന്താണ്? മൈനസ് എച്ച് കട്ട് ജെ എക്സ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ, ഞാൻ മൈനസ് ഇടാൻ വിട്ടുപോയി. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? മൈനസ് എച്ച് കട്ട് ജെ വൈ പ്ലസ് ഈ മൈനസും കൂടെ എന്തായി? പ്ലസ് ആയി. ഇവിടെ 1 ആണ്. ഇവിടെ ഈ ഐയുടെ ഐ ഇല്ല കേട്ടോ. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. അതെന്റെ മിസ്റ്റേക്ക് ആണ്. ഞാനത് ശ്രദ്ധിച്ചില്ല എന്നാൽ വിട്ടുപോയി. അത് വെട്ടിയിടാൻ മറന്നുപോയി. ഇവിടെ ഒരു മൈനസ് ഐ ഉണ്ട്, ഇവിടെ ഈ ഐ ഇല്ല. ഈ മൈനസ് ഐയുടെ വാല്യൂ ഇല്ല കേട്ടോ. അപ്പൊ എച്ച് കട്ട് ജെ വൈ പ്ലസ് എച്ച് കട്ട് ജെ എക്സ് നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? എച്ച് കട്ടിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. എച്ച് കട്ടിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇനി എന്താ ഉള്ളത്? ജെ എക്സ് പ്ലസ് ഐ ജെ വൈ. കിട്ടിയോ? കിട്ടിയോട്ടോ? ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാം. ഒന്നുകൂടെ പറയാട്ടോ, നോക്കിക്കോ. നമ്മള് ജെ സെഡ് ജെ പ്ലസ് ആണ് ചെയ്യുന്നത്. ജെ സെഡ് ജെ പ്ലസ് കമ്പ്യൂട്ടേഷൻ ആണ് ചെയ്യുന്നത്. സോ ജെ സെഡ് എഴുതി. ജെ പ്ലസിന്റെ വാല്യൂ നമുക്കറിയാം, ജെ എക്സ് പ്ലസ് ഐ ജെ വൈ ആണെന്ന് അറിയാം. ജെ സെഡ് അതുപോലെ എഴുതി. ജെ സെഡും ജെ എക്സും തമ്മിൽ കമ്പ്യൂട്ട് ചെയ്ത് എഴുതി. പ്ലസ് ജെ സെഡും ഐ ജെ വൈയും തമ്മിൽ കമ്പ്യൂട്ട് ചെയ്ത് എഴുതി. ഐനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി ജെ സെഡ് ജെ എക്സിന്റെ വാല്യൂ എന്താണ്? ഐ എച്ച് കട്ട് ജെ വൈ ആണ്. പ്ലസ് ജെ സെഡ് ജെ വൈയുടെ വാല്യൂ എന്താണ്? മൈനസ് ഐ എച്ച് കട്ട് ജെ എക്സ് ആണ്. സോ അങ്ങനാണെങ്കിൽ നമ്മൾ ഇതിനെ എഴുതുമ്പോ ഐ എച്ച് കട്ട് ജെ വൈനെ അതുപോലെ എഴുതി. പ്ലസ് ഐയുടെ വാല്യൂ എന്താണ്? -1. -1 ഇൻറ്റു മൈനസ് പ്ലസ് 1. എച്ച് കട്ട് ജെ പ്ലസും നമ്മൾ അതുപോലെ എഴുതി. ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയി തോന്നുന്നു അല്ലെ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എച്ച് കട്ടിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ജെ എക്സ് പ്ലസ് ഐ എഴുതി, ജെ വൈ എഴുതി. ഇതെന്താ നോക്കിക്കേ, നമ്മുടെ ജെ പ്ലസ് അല്ലേ? അപ്പൊ എച്ച് കട്ട് ജെ പ്ലസ്. അപ്പൊ കമ്പ്യൂട്ടേഷൻ ജെ സെഡ് ജെ പ്ലസിന്റെ വാല്യൂ എന്താണ്? എച്ച് കട്ട് ജെ പ്ലസ്. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ജെ സെഡ് ജെ മൈനസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ജെ സെഡ് കോമ ജെ എക്സ് മൈനസ് ഐ ജെ വൈ എഴുതി. ഇനി എന്താണ്? ജെ സെഡിനെയും ജെ എക്സിനെയും കമ്മ്യൂട്ട് ചെയ്ത് എഴുതി. മൈനസ് ഐ ജെ എക്സും ജെ വൈയും കമ്മ്യൂട്ട് ചെയ്ത് എഴുതി. ഇനി ഇതിന്റെ വാല്യൂ എന്താ? മൈനസ് ഐ എച്ച് കട്ട് ജെ വൈ. ഇതിന്റെ വാല്യൂ എന്താ? മൈനസ് ഐ എച്ച് കട്ട് ജെ എക്സ്. ഇനി മൈനസും ഐന്റെ വാല്യൂ എന്താ? -1 ആണ്. സോ അത് എന്തായി? പ്ലസ് ആയി മാറി. അപ്പൊ പ്ലസ് ഐ എച്ച് കട്ട് ജെ വൈ പ്ലസ് ഇതും എന്തായി? പ്ലസ് ആയി മാറി, ഐ എച്ച് കട്ട് ജെ എക്സ്. സോ നമ്മൾ ഇനി ഇതിനെ ഐനെ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് എടുത്തു. ഐനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു -1 വരും അല്ലെ? അപ്പൊ എച്ച് കട്ട് ജെ എക്സ് ഐ ജെ വൈ. ഇതെന്താ? മൈനസ് എച്ച് കട്ട് നമ്മൾ അതുപോലെ എഴുതി. ജെ എക്സ് മൈനസ് ഐ ജെ വൈ എന്താ? ജെ മൈനസ് അല്ലേ? അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? ജെ സെഡ് ജെ മൈനസിന്റെ വാല്യൂ എച്ച് കട്ട് ജെ മൈനസ് നമുക്ക് കിട്ടി. സോ നമുക്ക് ഇനി എന്ത് എഴുതാം? കമ്മ്യൂട്ടേഷൻ ജെ സെഡ് കോമ ജെ പ്ലസ് ഓർ മൈനസ് വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് കട്ട് ജെ പ്ലസ് കോമ എച്ച് കട്ട് ജെ മൈനസ് എന്ന് പറഞ്ഞ് കിട്ടി. ഇവിടെ ഒരു കമ്മ്യൂട്ടേഷൻ ഉണ്ട്. കമ്മ്യൂട്ടേഷൻ എച്ച് കട്ട് ജെ പ്ലസ് പ്ലസ് മൈനസ് എച്ച് കട്ട് ജെ മൈനസ് കിട്ടി. സോ കമ്മ്യൂട്ടേഷൻ ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ് വിച്ച് ഇസ് ഈക്വൽ ടു
ഇതിന്റെ പ്ലസ് എച്ച് കട്ട് നമ്മൾ എഴുതി, ഇതിന്റെ മൈനസ് എച്ച് കട്ട് നമ്മൾ എഴുതി, ഇതിന്റെ ജെ പ്ലസ് നമ്മൾ എഴുതി, ഇതിന്റെ ജെ മൈനസ് നമ്മൾ എഴുതി, ഇതിനെ ജസ്റ്റ് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് ജെ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി. ഇതാണ് എന്ത്? ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾക്ക് ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ വാല്യൂവിലൊക്കെ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ച കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. ആ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആലോചിച്ച് നോക്കാം. ഏതൊക്കെയായിരുന്നു? ജെ പ്ലസ് ഓർ മൈനസിന്റെ വാല്യൂ എന്തായിരുന്നു? ജെ പ്ലസ് ഓർ മൈനസിന്റെ വാല്യൂ എന്താന്നാ നമ്മൾ പറഞ്ഞേ? ഓർമ്മയുണ്ടോ? തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചതാ. എന്തായിരുന്നു? ജെ എക്സ് പ്ലസ് ഓർ മൈനസ് ഐ ജെ വൈ അല്ലേ? ഇനി ജെ സ്ക്വയർ ആക്ട് ഓൺ ഗെറ്റ് എ ബി ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്താ? അതിന്റെ വാല്യൂ എന്തായിരുന്നു? എ ഗെറ്റ് എ കോമ ബി. അതെ, കറക്റ്റ്. ഇനി ജെ സെഡ് ആക്ട് ഓൺ ഗെറ്റ് എ ബി എന്തായിരുന്നു വാല്യൂ? യെസ്, ബി ആക്ട് ഓൺ ഗെറ്റ് എ ബി. ഇനി കമ്മ്യൂട്ടേഷൻ ജെ പ്ലസ് ജെ മൈനസ് എന്തായിരുന്നു? 2h കട്ട് ജെ സെഡ്. ഇനി കമ്മ്യൂട്ടേഷൻ ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസിന്റെ വാല്യൂ എന്തായിരുന്നു? ih കട്ട് ജെ പ്ലസ് ഓർ മൈനസ് നമ്മൾ നേരത്തെ സോൾവ് ചെയ്തത്. ഇനി കമ്മ്യൂട്ടേഷൻ ജെ സ്ക്വയർ ജെ പ്ലസ് ഓർ മൈനസിന്റെ വാല്യൂ എന്തായിരുന്നു? 0. അത് നമ്മൾ ഇന്നലെ സോൾവ് ചെയ്തതായിരുന്നു. സോ അതിന്റെ സൊല്യൂഷനും ഞാൻ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയോ? സിമ്പിൾ ആണ്. നമ്മൾ ഇതിന്റെ ജെ സ്ക്വയർ കമ്പ്യൂട്ടേഷൻ ജെ സ്ക്വയർ ജെ സെഡ് നമ്മൾ ഇന്നലെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അതില് ഒരു വ്യത്യാസവും ഇല്ല. എവിടെയാണ് വ്യത്യാസം വരുന്നത്? ഐയുടെ വാല്യൂ വരുന്നതിനനുസരിച്ച് മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. സൈനിന് വ്യത്യാസം വന്നിട്ട് അഡീഷണൽ വരുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം പ്രൊസീജിയർ എന്താണ്? സെയിം ആണ്. ജെ സ്ക്വയർ എഴുതുന്നു, പിന്നെ ജെ എക്സിന്റെ വാല്യൂ എഴുതുന്നു, കമ്മ്യൂട്ട് ചെയ്ത് എഴുതുന്നു, ദെൻ ഫൈനൽ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. സിമിലർലി തന്നെ ഇതിലും കിട്ടും, ജെ വൈയിലും കിട്ടും. ഇത് നമ്മൾ ഓൾറെഡി ജെ സ്ക്വയർ ജെ സെഡ് ചെയ്ത അതേ മെത്തേഡ് ആണ്. ഒരു ഡൗട്ടും ഉണ്ടാവില്ല നിങ്ങൾക്ക്. കിട്ടിയില്ലേ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ ലാഡർ ഓപ്പറേറ്ററിന്റെ സെക്ഷൻ കഴിഞ്ഞു. നമ്മുടെ ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഓപ്പറേഷൻ, അതായത് ഓപ്പറേറ്റേഴ്സിന്റെ വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ലാഡർ ഓപ്പറേറ്റർ എന്ന് മനസ്സിലായില്ലേ? എന്താണ് ലാഡർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സിലുള്ള ജെ പ്ലസ് ആൻഡ് ജെ മൈനസ് ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലാഡർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ജെ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ആഡ് ചെയ്ത് അതിന്റെ മാക്സിമം വാല്യൂ ആണ് എത്തുന്നത്. ജെ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് ഡിക്രീസ് ചെയ്ത് അതിന്റെ മിനിമം വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു ലാഡർ ഓപ്പറേറ്റേഴ്സിന് നമുക്ക് എന്തെന്നും പറയാം? ക്രിയേഷൻ ആൻഡ് അനിലേഷൻ ഓപ്പറേറ്റേഴ്സ് നമുക്ക് പറയാം. ഇനി ഈ ഒരു ഓപ്പറേഷൻ വഴി നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു ക്വാണ്ടം നമ്പറിന്റെ ലോവറിങ് ആൻഡ് റൈസിങ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ദെൻ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ലാഡർ ഓപ്പറേഷൻ നടക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. ബിയുടെ മേലെ ജെ പ്ലസ് വന്ന് ആക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി പ്ലസ് എച്ച് കട്ട് ആവുന്നു. പിന്നെയും ജെ പ്ലസ് വന്ന് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി പ്ലസ് 2h കട്ട് ആവുന്നു. അങ്ങനെ ആക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? ബി മാക്സിമം എത്തുന്നു. സോ അതിന്റെ റിലേഷൻ നമ്മൾ ഇവിടെ എഴുതി. ഇനി ജെ പ്ലസ് ആക്ടിങ് ഓൺ
get a comma b max എന്താണ് വാല്യൂ 0 ആണ്. ഇനി ഇതുപോലെ തന്നെ ബിയുടെ മേലെ ജെ മൈനസ് ഓപ്പറേറ്റർ വന്ന് ആക്ട് ചെയ്യുന്നു, ദെൻ ബി മൈനസ് എച്ച് കട്ട് ആവുന്നു, ദെൻ ബി മൈനസ് 2h കട്ട് ആവുന്നു. അങ്ങനെ എന്തെത്തുന്നു, ബി മിനിമം എത്തുന്നു. സോ നമുക്ക് ഇവിടുത്തെ ജെ പ്ലസ് ആൻഡ് ജെ മൈനസ് ലാഡർ ഓപ്പറേറ്റേഴ്സിന്റെ ഓപ്പറേഷൻ വഴി കിട്ടുന്ന റിലേഷൻസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ അതിന്റെ കുറച്ച് ഓപ്പറേഷൻസിന്റെ റിസൾട്ട്സ് ആണ് നമ്മൾ പറയുന്നത്. ജെ സ്ക്വയർ ആക്ടിങ് ഓൺ ഗെറ്റ് എ കോമ ബി എന്താണ്, എ ആക്ടിങ് ഓൺ ഗെറ്റ് എ കോമ ബി ആണ്. ഒരിക്കലും ഇത് നിങ്ങൾ പഠിക്കാതെ പോകരുത്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ജെ സെഡ് ആക്ടിങ് ഓൺ എ കോമ ബി, ഗെറ്റ് എ കോമ ബി എന്താണ്, ബി ഗെറ്റ് എ കോമ ബി ആണ്. ഇനി ജെ പ്ലസ് ജെ മൈനസ് ലാഡർ ഓപ്പറേറ്റേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജെ പ്ലസിന്റെ വാല്യൂ എന്താണ്, ജെ എക്സ് പ്ലസ് ഐ ജെ വൈ. ജെ മൈനസിന്റെ വാല്യൂ എന്താണ്, ജെ എക്സ് മൈനസ് ഐ ജെ വൈ. ജെ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ അല്ലേ, ജെ എക്സ് പ്ലസ് ഓർ മൈനസ് ഐ ജെ വൈ. ഇനി നമ്മൾ അതിന്റെ പ്രോബ്ലം എഴുതി, രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ ക്ലിയർ ചെയ്തു. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? സിമ്പിൾ അല്ലേ, ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ നമുക്ക് നാളെ മെട്രിക്സ് റെപ്രസെന്റേഷൻ ചെയ്യാവുന്നതാണ്. ഇതേ ടൈമിൽ തന്നെ ആയിരിക്കും, 4:30 തന്നെ ആയിരിക്കും ക്ലാസ്. അപ്പൊ എല്ലാവരും ഇതുവരെ എടുത്ത ക്ലാസ് ക്ലിയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നാളെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.